ദൈവവിശ്വാസത്തിന്റെ പേരിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പല ഇന്റർവ്യൂസ് ആണെങ്കിലും പല സംവാദങ്ങളാണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും നമ്മൾ പലപ്പോഴും ദൈവവിശ്വാസം ഹിന്ദുക്കളും അഹിന്ദുക്കളും അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസവും അല്ലാതെ മറ്റു മതങ്ങളിലുള്ള വിശ്വാസവും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും നമ്മൾ പല ഇന്റർവ്യൂകളും അല്ലെങ്കിൽ സംവാദങ്ങളും നമ്മൾ കാണാറുണ്ട്. അവതാരക രമ്യയും രവിചന്ദ്രനും തമ്മിൽ ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഇവർ പറയുന്നത് രമ്യ ഒരു എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ആ, വ്യക്തിത്വമാണ് രമ്യയുടേത്. രമ്യ നിഖിലിന്റെ വ്യക്തിത്വം അങ്ങനെയാണ്. രമ്യ പറയുന്നുണ്ട്, നമ്മൾ പള്ളിയിലും പോകും, ഹിന്ദു വിശ്വാസവും ചെയ്യും, എല്ലാ മതത്തിലും ഒരുപോലെ താൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് ആത്മാവുണ്ട്, ഒരു ഗതി കിട്ടാത്ത അല്ലെങ്കിൽ ശാന്തി കിട്ടാത്ത ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഉണ്ട് എന്ന് രമ്യ പറയുമ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ല. ഈ ക്രിസ്ത്യൻ വിശ്വാസവും ഹിന്ദു വിശ്വാസവും രണ്ടും രണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവരുടെ വാദപ്രതിവാദമാണ് ഈ വീഡിയോയിലുടനീളം കാണുന്നത്. ഇതിനിടയിൽ ശ്രീശാന്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ശ്രീശാന്ത് ബോൾ എറിയുന്നതിന് മുൻപ്, മൈതാനത്ത് ബോൾ എറിയുന്നതിന് മുൻപ് കുരിശ് വരയ്ക്കും, അതിനുശേഷം മറ്റൊരു ദൈവത്തിന് വിളിക്കും, പള്ളിയിൽ വിളിക്കും, അങ്ങനെ കുറെ വിശ്വാസങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യും. ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ, ഒരു ഹിന്ദു പള്ളിയിൽ പോകുമ്പോൾ അത് ഒരു നമുക്കവിടെ പോകാനുള്ള ഒരു ഇഷ്ടം മാത്രമാണ്. അവിടെയുള്ള കൃത്യമായ ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ വരുന്നത് ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് എന്നാണ് പറയുന്നത്. ഒരു മതത്തിനെയും മറ്റൊരു മതത്തിൽപ്പെട്ടവർക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ രമ്യ ഇതിനെ അപ്പാടെ എതിർക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളാണ് ഉണ്ടാവുക. ചിലർ ഹിന്ദു മതത്തിൽ തന്നെ ജനിച്ചിട്ട് പിന്നീട് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയവരുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച് ഹിന്ദു വിശ്വാസം കൊണ്ട് നടക്കുന്നവരുണ്ട്. എല്ലാ മതത്തിലും ഒരുപോലെ വിശ്വസിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന കാര്യമാണ് സത്യം. മനസ്സിലായി. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഈ പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളിലും കൃത്രിമ മുട്ടയിൽ വരെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു പത്രലേഖകർക്ക്. ഇവര് തന്നെ നമ്മളിപ്പം മോഡേൺ മെഡിസിനിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കരുതലുകളാണ്. അത് ഇതിങ്ങനെ ആവില്ലേ, അത് എന്താണ് പറയുന്നത്, ക്യാൻസർ ഉണ്ടാക്കില്ലേ, ഇതൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, സംശയം ഉണ്ടാകുന്നത്. ആക്ച്വലി നമ്മുടെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല. ഈ സയൻസിനെ ചോദ്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ആളുകൾ? വിശ്വാസികൾ സയൻസിനെ ചോദ്യം ചെയ്യുന്നത് കണ്ടോ നമ്മൾ അന്തിച്ചു പോകും. നീ എന്താ ഇത് സ്വന്തം കാര്യത്തില് നിന്റെ കയ്യിലിരിക്കുന്ന ചക്ര വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഉപയോഗിക്കാത്തത്? ആക്ച്വലി ഈ സയൻസിനെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും പൊട്ടത്തരങ്ങളാണ്. എന്നാൽ സ്വന്തം വിശ്വാസത്തിൽ ഇതേ നിരീക്ഷണ ബുദ്ധി ഇനി മാത്രമല്ല, ഈ അന്യമത അന്യവിശ്വാസങ്ങളെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പൊ ഒരു മുസ്ലിമിനോട് പറയാണ്, ഗണപതി ഇങ്ങനെ തല ആനയുടെ കണക്ക്, പുള്ളി പാല് കുടിക്കും, തുമ്പിക്കൈ ചോദിക്കും, എന്തുവായി പറയുന്നത്? എന്നാലും നിങ്ങളെ മുറിപ്പെടുത്തണ്ടെന്ന് കരുതി കാര്യം മുറിപ്പെടാനായിട്ട് ഇരിക്കുകയാണല്ലോ വിശ്വാസി എന്ന് പറയുമ്പോൾ. 1 2 3 വ്രണം, 1 2 3 മുറിവ് ഇരവാദം, ഇതാണല്ലോ വിശ്വാസി. കാര്യം ഇതൊരു വൈകാരികതയാണ്. വൈകാരികമായിട്ടുണ്ടായി വന്ന് എപ്പോഴും ഇങ്ങനെ വ്രണപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യം ചിന്താപരമായിട്ട് ഉള്ളതല്ല. അപ്പൊ അയാളുടെ പറയുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതെന്താണ് ഇത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കുഴപ്പമില്ല, ഗണപതി. പക്ഷെ അയാൾക്ക് ഡിസ്കാർഡ് ചെയ്യണം. നിങ്ങൾക്ക് യു ആർ എത്തിസ്റ്റിക് അബൌട്ട് ഓൾ അതർ റിലീജിയൻ, ഓൾ അതർ ഫെയ്ത്ത്സ്. യു ആർ അങ്ങനെ എല്ലാം അതിനകത്ത് വർക്ക് ചെയ്യില്ല. ഞാനൊരു ക്രിസ്ത്യാനിറ്റിനെയോ അല്ലെങ്കിൽ മുസ്ലിംസിനെയോ അവരുടെ ദൈവത്തിനോ ഒന്നിനും ഞാൻ എതിർക്കുന്നില്ല. അതൊക്കെ അവരുടെ വിശ്വാസമല്ലേ. രമ്യ, ദാറ്റ്സ് എ പോയിന്റ്. എതിർക്കുന്നില്ല എന്ന് പറയുന്നത് യു ഡോണ്ട് ലൈക്ക് ഒപ്പോസിഷൻ, യു ഡോണ്ട് ലൈക്ക് കോൺഫ്രണ്ടേഷൻ, യു ഡോണ്ട് വാണ്ട് ടു ടേക്ക് റിസ്ക്. മീൻസ് യു ഡോണ്ട് റെക്കഗ്നൈസ് ഓർ യു ഡോണ്ട് അപ്രൂവ് ഓഫ് അതേഴ്സ് ബിലീഫ്സ് ബിക്കോസ് ഇറ്റ്സ് അതർ തിങ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ, ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. രാവിലെ നമ്മൾ ആദ്യം കാണുകയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ, ചന്തമേറിയ പൂവിലും ശബളാഹമാം ശലഭത്തിലും എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പ്രഭാത ഗീതം മോർണിംഗിൽ പാടുന്ന അല്ലേ, ആ പാട്ടിന്റെ അർത്ഥം പൂവിലും ശലഭത്തിലും എല്ലാ ഓരോ അണുവിലും തുടിച്ചു നിൽക്കുന്ന ആത്മ ചൈതന്യമേ എന്നെ അനുഗ്രഹിക്കൂ എന്നുള്ളതാണല്ലോ അതിന്റെ സംശയമില്ലല്ലോ.
പക്ഷെ ഇതൊരിക്കലും ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ പാടാൻ പറ്റില്ല. എന്താ പ്രശ്നം എന്നറിയോ? ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് ഷിർക്കാണ്. അന്യമത ആരാധന, ബിംബങ്ങൾ, മറ്റേത് മറിച്ചത് സാധനം. സെമറ്റിക് മതങ്ങളിൽ അവർക്ക് സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ്. ഹിന്ദു മതത്തിന്റെ കോർ ഐഡിയോളജി ആയിട്ടുള്ള അദ്വൈതം അനുസരിച്ച് രണ്ടല്ല, ഒന്നാണ്. അദ്വൈതമാണ്, നോട്ട് ടു, വൺ ആണ്. അപ്പോൾ നിങ്ങളിൽ തന്നെയാണ് ദൈവം, തത്വമസി, നീ അതാകുന്നു എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ അത് വെച്ചാണ് ഇത് പാടുന്നത്. മറ്റവന് അർത്ഥം അറിയാത്തതുകൊണ്ട് അവൻ കൂടെ ഒന്ന് പാടുന്നു. ഇത് അർത്ഥം എന്നറിയുന്നു അന്ന് അടിയായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന ദൈവവും അവർ പറയുന്ന ദൈവവും ഒന്നല്ല. നിങ്ങൾ പള്ളിയിൽ പോയെന്ന് പറഞ്ഞാൽ ചുമ്മാതെ പോകുന്നു. ആരെയോ പ്ലീസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസമില്ലാതെ അവിടെയും പോകുന്നു. യു തിങ്ക് ദാറ്റ് അല്ല. പണ്ട് ശ്രീശാന്ത് ബൗൾ ചെയ്യാൻ പോകുന്നു. ആദ്യം റണ്ണപ്പ് തുടങ്ങുമ്പോൾ അവൻ എന്തോ ഒരു പള്ളി ഇത് വരയ്ക്കും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊന്ന് ചെയ്യും, എറിയാൻ നേരം വേറൊരു ദൈവം, പന്ത്, ഗാലറി, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ വാട്ട് യു മീൻ ബൈ ദിസ്? വിശ്വാസികളെ എന്താ പറയാ, എന്തൊക്കെ പറഞ്ഞാലും സാറിന് മാറ്റാൻ പറ്റില്ല, ഞങ്ങൾ അതിൽ സെറ്റായി പോയി എന്ന് പറയുന്ന പോലെ തന്നെയാണ് തിരിച്ചും. ഇല്ല ഒരിക്കലും അല്ല. എത്തിസം ഇസ് ആൻ ഓപ്പൺ എൻഡഡ് പ്രോഗ്രാം. ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ആണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ദൈവത്തെ അംഗീകരിക്കുന്നത് ഞാനായിരിക്കും. എന്താണ് ഈ ദൈവമോ പ്രേതം തന്നെ ഫോർ എക്സാമ്പിൾ. അതാ ഞാൻ പറഞ്ഞത്, അത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത് വിശ്വസിച്ചാൽ മാത്രം then you can feel it. അത് വിശ്വാസികളായ ഇപ്പൊ എനിക്ക് ധൈര്യത്തോടെ 10% പറയാൻ പറ്റും, ബീങ് എ ബിലീവർ നമുക്ക് വിശ്വസിച്ചാലേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. വിശ്വസിക്കാത്തിടത്തോളം കാലം നമുക്ക് ആ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂല. അത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ ദെൻ നമ്മൾ പറയും യെസ്, ദൈവമുണ്ട്. ദൈവം എന്ന് പറയണത് അത് കൃഷ്ണന്റെ രൂപത്തിലോ ശിവന്റെ രൂപത്തിലോ യേശുവിന്റെ രൂപത്തിലോ മാതാവിന്റെ രൂപത്തിലോ അള്ള രൂപത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു പവർ, അത് ഹിന്ദുവായിട്ട് ജനിച്ചവര് ആ രീതി ഫോളോ ചെയ്യുന്നു, ക്രിസ്ത്യൻസ് അങ്ങനെ ഫോളോ ചെയ്യുന്നു, ഓരോ മതക്കാരും അങ്ങനെ ഫോളോ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ പറയുന്ന സുപ്രീം പവർ, ആ ഒരു ശക്തി, നമ്മളെ നിയന്ത്രിക്കുന്ന എന്തോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുള്ളതിനെ അനുഭവിച്ചാൽ അത് വിശ്വസിക്കെ എന്താ പറയാ, വിശ്വാസിക്ക് അത് അനുഭവിക്കാൻ പറ്റൂ. അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യെസ് ഇറ്റ് ഈസ് ട്രൂ എന്നുള്ളത്. Again I say the same thing. അനുഭവം, you can believe anything into existence. വിശ്വസിച്ച് എന്തിനേയും നിലവിൽ കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ സ്വന്തം ഭർത്താവിനെ വിശ്വസിക്കുന്നവരുണ്ട്. വിശ്വസിക്കുന്നിടത്തോളം കാലം you will feel that he is very close and dear and intimate and dash to me. Because you believe. അത് ഒരു ട്രൂത്ത് ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല നിങ്ങൾ. നടത്താൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. കാര്യം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയാലോ എന്ന്. അപ്പൊ എന്താ എന്റെ അർത്ഥം? സവിശേഷമായൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കും. അതിന് യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല. നമ്മൾ ആ പാരലൽ വേൾഡിൽ ജീവിക്കുന്നു. അതിനെ അലോസരപ്പെടുത്തുന്ന എന്ത് ചിന്തകളും നമ്മൾ എതിർക്കുന്നു. നമ്മളെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയില്ല, വിശ്വാസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബട്ടർ ഹെഡാണ്. വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ ബട്ടർ ഊരും. അപ്പൊ ഇപ്പൊ രമ്യ ഇപ്പം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു പക്ഷേ ആദ്യമല്ല, നമ്മൾ തമ്മിൽ കാണുന്നത് വസ്തുതാപരമായി ആദ്യമായിട്ടാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്നു. യു തിങ്ക് എന്തൊക്കെയാണ് അയാൾ ഇതിൽ പറയുന്നത്? നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് സ്ട്രീംസ് ഓഫ് തോട്ട്സിനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഐ തിങ്ക് ഞാനൊന്ന് ഗസ് ചെയ്യാണ്, യു ഹാഡ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദാറ്റ് റിഗാർഡ്. In this matter, because most of the things you raise is ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഓൾഡ് ഫാഷൻ സാധനമാണ്, അനുഭവമാണ്. ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളത് ഇന്നത് കൊണ്ടാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയണം, ഒരു കുപ്പി വെള്ളം കുടിച്ചു, ദാഹം മാറി, ദൈവത്തിന് നന്ദി. വെള്ളത്തിലിറങ്ങി നന്നായിട്ട് നനഞ്ഞു, ദൈവത്തിന് നന്ദി, നീയാണ് നനച്ചത്. ഇതൊക്കെ പറയാറുണ്ടോ നമ്മള്?